നമസ്കാരം. വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചെന്ന കേസ് റദ്ദാക്കാനാവില്ല എന്ന കോടതി വിധിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി. കേസുമായി അങ്ങേയറ്റം വരെ പോകുമെന്നും പോരാട്ടം തന്നെയാണ് താൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഈ കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് നൽകിയ ഉത്തരം എന്തിന് ബാധിക്കണം എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഒരാളെയെങ്കിലും ഇലക്ഷന് നിർത്താൻ സാധിക്കുമോ എന്ന മറുചോദ്യം കൂടി സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട്. ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ഉദ്ദേശം. തനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒന്നും തന്നെ പറയുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. നമുക്കറിയാം, വിവാദമായ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസാണ് റദ്ദാക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിയത്. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ ഹർജികൾ എറണാകുളം ACJM കോടതി തള്ളുകയും ചെയ്തിരുന്നു. വ്യാജ വിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചു എന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരെയുള്ള കേസ്. 2010-2016 വർഷങ്ങളിലായി 2 ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ ഈ രീതിയിൽ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുവഴി സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു കുറ്റപ്പെടുത്തൽ കൂടി ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ കേസിന് പിന്നാലെ പോകുന്നതിനിടയിലാണ് അദ്ദേഹം കൃത്യമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇടതുപക്ഷം ഇത് ആയുധമാക്കുമ്പോൾ അവർക്കെതിരെ എന്തൊക്കെ കാര്യങ്ങൾ ആയുധമാക്കണമെന്ന് BJPക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിലവിൽ CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിച്ചിട്ടുണ്ട് ആദായ നികുതി വകുപ്പ്. അതുമാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ ഇടപെടൽ മാസപ്പടി വിവാദ കേസിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും രാഷ്ട്രീയപരമായി CPMന് തന്നെ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ബോധ്യം BJP ക്യാമ്പുകൾക്കുണ്ട്. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു പരാമർശം കൂടി വന്നിരിക്കുന്നത്. ഇത് തൃശ്ശൂരിൽ ചർച്ചയാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.